90-ലധികം സീറ്റ് നേടി LDF ഭരണത്തിൽ തുടരുമെന്ന് CPM. തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല. BJP ഒരു സീറ്റ് പോലും നേടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായി UDF ആവേശ പ്രചാരണം നടത്തുകയാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മണ്ഡലം കമ്മിറ്റികൾ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത്. സംസ്ഥാനത്ത് മൂന്നാം തുടർഭരണമെന്നാണ് വിലയിരുത്തൽ. 90 സീറ്റുകളിലധികം നേടിയാകും തുടർഭരണം. ഇത്തവണ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വോട്ടിന്റെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. അസാധാരണമായ വോട്ട് വർധനവുണ്ടായി എന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. 90 സീറ്റുകളിൽ കൂടുതൽ നേടി കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന UDF അധികാരത്തിലെത്തുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിമാരുടെ വകുപ്പുകളും മന്ത്രിസ്ഥാനം വീതം വെപ്പും UDF നടത്തിയിരുന്നുവെന്ന് MV ഗോവിന്ദന്റെ പരിഹാസം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഈ വിശ്രമ ഒഴിവ് സമയത്ത് അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പ് തന്നെ UDFകാർ മന്ത്രിസഭാ രൂപീകരണം പോലും സാങ്കല്പികമായി നടത്തി കഴിഞ്ഞതായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കുവെക്കും എന്ന കാര്യം അന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. CPM വിട്ട മുതിർന്ന നേതാക്കളായ G സുധാകരൻ, PK ഗോവിന്ദൻ എന്നിവർ മത്സരിച്ച അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും വിജയം നേടുമെന്നാണ് CPM വിലയിരുത്തുന്നത്. ചില സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ മത്സരം നടന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മീഡിയ 1 തിരുവനന്തപുരം.